ഈ ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവസാനം വരെ സ്നേഹിച്ച യേശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പാദങ്ങൾ കഴുകുന്ന സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത്. അവസാനം വരെ എന്ന വാക്ക് ഗ്രീക്കിലെ പദപ്രയോഗം എയ്സ് തേലോസ് എന്നാണ്. അതിനർത്ഥം അവസാനം വരെ പൂർണ്ണമായും എന്നർത്ഥം. നമ്മെ അവസാനം വരെ പൂർണ്ണമായി സ്നേഹിച്ച യേശുവിനെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസമാണ് പെസഹ വ്യാഴാഴ്ച. യേശുവിൻ്റെ ഈ അവസാനം വരെയുള്ള പൂർണ്ണമായിട്ടുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ ഈ പെസഹ വ്യാഴാഴ്ച പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. ഒന്നാമതായി, സ്നേഹത്തിൻ്റെ അടയാളമായ കാല് കഴുകൽ. യഹൂദരുടെ ഇടയിൽ കാല് കഴുകൽ, അതിനോടനുബന്ധിച്ചിട്ടുള്ള ശുദ്ധീകരണ കർമ്മങ്ങൾ, ക്ഷാളന പ്രക്രിയകൾ വളരെ സുവിദിതമാണ്. സാധാരണഗതിയിൽ ഒരു വീട്ടിൽ ഒരു അടിമയുണ്ടെങ്കിൽ ആ അടിമയാണ് പാദങ്ങൾ കഴുകുക. അടിമയില്ലെങ്കിൽ ആ വീട്ടിൽ ഏറ്റവും ഇളയവനാണ് മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുക. സെഹ്യോൻ ഊട്ടുശാലയിലേക്കുള്ള ഈ തിരുവത്താഴത്തിലേക്കുള്ള യാത്രയിൽ പോലും ശിഷ്യന്മാരുടെ ഇടയിലുള്ള തർക്കം തങ്ങളിൽ വലിയവൻ ആരെന്നായിരുന്നു. അവർക്ക് ഒത്തിരിയേറെ കാരണങ്ങളുണ്ടായിരുന്നു. തങ്ങളിൽ വലിയവൻ ആരാണെന്ന് തർക്കിക്കാനായിട്ട് പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഒക്കെ ഒത്തിരി കാരണങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ശിഷ്യന്മാരുടെ പാദങ്ങളാണ് യേശു കഴുകുക. തങ്ങളിൽ ആരാണ് വലിയവനെന്ന് തർക്കിച്ച് ശിഷ്യന്മാരുടെ പാദങ്ങളിൽ പറ്റിയ അഴുക്കിനേക്കാളും കനത്തില് അഹന്തയുടെ അഴുക്കുമായിട്ടാണ് ഈ ശിഷ്യന്മാര് ഈശോയുടെ മുമ്പിൽ നിൽക്കുക. അങ്ങനെയുള്ള ശിഷ്യന്മാരുടെ പാദങ്ങളാണ് മുട്ടുകുത്തി അധികാരത്തിൻ്റെ അടയാളമായ മേലങ്കി മാറ്റി ദാസ്യവൃത്തിയുടെ അടയാളമായ കച്ച ധരിച്ചുകൊണ്ട് ഈശോ കഴുകുക. ശിഷ്യന്മാരുടെ അഹന്തയ്ക്ക് ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് ഗുരുവും നാഥനുമായ കർത്താവ് തന്നെ അവരുടെ പാദങ്ങൾ കഴുകി എന്നുള്ളതാണ്. തങ്ങളിൽ വലിയവൻ ആരാണെന്ന് മാത്രം ചിന്തിച്ച് തങ്ങളിൽ ചെറിയവൻ ആരാണെന്നുള്ള ചിന്ത വിട്ടുകൊണ്ട് ചെറുതാകാനായിട്ടുള്ള മടി കാണിച്ച ശിഷ്യന്മാരുടെ മുമ്പിലാണ് ഗുരുവും നാഥനുമായ കർത്താവ് മുട്ടുകുത്തി കച്ച ധരിച്ച് പാദങ്ങൾ കഴുകുക. പാദങ്ങൾ കഴുകുന്ന സ്നേഹത്തിൻ്റെ ദിനമാണ് പെസഹ വ്യാഴാഴ്ച. അധികാരങ്ങളും ആധിപത്യങ്ങളും ആയ മേലങ്കികൾ അഴിച്ചു മാറ്റി ദാസ്യവൃത്തിയുടെ, എളിമയുടെ, വിനയത്തിൻ്റെ കച്ച ചുറ്റി പരസ്പരം പാദങ്ങൾ കഴുകുവാനായിട്ടാണ് ഈശോ ഈ പെസഹ ദിനത്തിൽ പാദങ്ങൾ കഴുകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുക. ശിഷ്യന്മാരോട് ഈശോ പറയുക, ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ, ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു മാതൃക നൽകി, നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഇടവക സമൂഹത്തിലും സഭയിലുമൊക്കെ ഈ അധികാരത്തിൻ്റെ, ആധിപത്യത്തിൻ്റെ ശൈലി കടന്നുകൂടുന്നുണ്ടെങ്കിൽ ഈ പെസഹ വ്യാഴാഴ്ച ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പാദങ്ങൾ കഴുകുന്ന സ്നേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ശൈലി ക്രിസ്തുവിൻ്റേതല്ല, ക്രിസ്ത്യാനിയുടേതല്ല, മറിച്ച്
പാദങ്ങൾ കഴുകുന്ന ശൈലിയാണ് ദാസ്യവൃത്തിയുടെ ശുശ്രൂഷയുടെ ശൈലിയാണ് ക്രിസ്തുവിൻ്റെയും ക്രിസ്ത്യാനിയുടേതും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ അധികാരത്തിൻ്റെ, ആധിപത്യത്തിൻ്റെ ശൈലികൾ, മനോഭാവങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദാസ്യവൃത്തിയുടെ, എളിമയുടെ, വിനയത്തിൻ്റെ, ശുശ്രൂഷയുടെ ശൈലികൾ തിരികെ കൊണ്ടുവരുവാനായിട്ട് പാദങ്ങൾ കഴുകുന്ന സ്നേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് സ്നേഹത്തിൻ്റെ കൂദാശയായ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ് പെസഹ വ്യാഴാഴ്ച. സ്നേഹം കൂദാശയായിട്ട് മാറിയതാണ് പരിശുദ്ധ കുർബാന. അവസാനം വരെ പൂർണ്ണമായിട്ട് നമ്മെ സ്നേഹിക്കുന്നത്, നമുക്ക് വേണ്ടി തന്നെ പൂർണ്ണമായിട്ട് ഈശോ നൽകിക്കൊണ്ടാണ്. വിഭജിക്കപ്പെടാനും ചിന്തപ്പെടാനും, അങ്ങനെ സ്വയം വിഭജിച്ച് മുറിയപ്പെട്ട് ചിന്തപ്പെട്ട് നമുക്കായിട്ട്, നമ്മിലൊരുവനായിട്ട് സ്നേഹത്തിൻ്റെ കൂദാശയായിട്ട് മാറിയ ദിവസമാണ് പെസഹ വ്യാഴാഴ്ച. ഈ പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം, ഈ സ്നേഹത്തിൻ്റെ കൂദാശയുടെ ചൈതന്യം എന്ന് പറയുന്നത് ഈ വിഭജിക്കപ്പെടലാണ്, ചിന്തപ്പെടലാണ്. ഈ വിഭജിക്കപ്പെടാനും ചിന്തപ്പെടാനും സാധിക്കാതെ വരുമ്പോഴാണ് പരിശുദ്ധ കുർബാനയുടെ ആ ചൈതന്യം ഉൾക്കൊള്ളാനാകാതെ നമുക്ക് പോകുന്നത്. ഈ സ്നേഹത്തിൻ്റെ കൂദാശ സ്ഥാപിച്ച ദിവസം ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പെസഹ പഴയ നിയമത്തിൽ അതൊരു കടന്നു പോകലാണെങ്കിൽ, പുതിയ നിയമത്തിൽ അതൊരു കടന്നു വരലാണ്. പുതിയ നിയമത്തിൽ ഈശോ കടന്നു വരികയാണ്, സ്വർഗത്തിൽ നിറങ്ങി വരികയാണ്. കടന്നു വരുന്ന ഈശോയെയാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ കാണുക. ഈശോ കടന്നു വരുന്നത് നമ്മോടൊപ്പമായിരിക്കുവാനായിട്ടാണ്, കൂടെ ആയിരിക്കുവാനായിട്ടാണ്, സഹയാത്രികനായിരിക്കുവാനായിട്ടാണ്. നമ്മുടെ വേദനകളിൽ, യാതനകളിൽ, ഒറ്റപ്പെടലിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മോടൊപ്പം എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സ്നേഹത്തിൻ്റെ കൂദാശ. നമുക്കായിട്ട് ഓരോ ദിവസവും അൾത്താരയിൽ അവിടെ നിന്ന് വിഭജിക്കപ്പെടുകയാണ്, ചിന്തപ്പെടുകയാണ്. അപ്പത്തിൻ്റെ നാട്ടില്, വീട്ടില്, ബത്ലഹേമിൽ ജനിച്ച ഈശോ പെസഹ വ്യാഴാഴ്ച സിഹിയോൻ മാളികയിൽ അപ്പമെടുത്ത് ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ അവിടുന്ന് അപ്പമായിട്ട് മാറുകയാണ്. അവിടുന്ന് അപ്പമായിട്ട് മാറുക നമ്മോടൊപ്പമായിരിക്കുവാനാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ പെസഹ വ്യാഴാഴ്ച പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്ന് നൽകുക. അത് നമ്മെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ സ്നേഹത്തിൻ്റെ കൂദാശ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈശോ അവസാനം വരെ നമ്മെ സ്നേഹിച്ചത്, അവസാനത്തുള്ളി രക്തം വരെ കുരിശിൽ ചിന്തിക്കൊണ്ട് നമ്മെ സ്നേഹിച്ചതുപോലെ, അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തിയത് പോലെ പത്രോസ്ലീഹ അതുകൊണ്ട് പറയും, ഈശോയുടെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ. അവസാനം വരെ നമുക്ക് വേണ്ടി അവിടുന്ന് വിഭജിക്കപ്പെട്ടു, ചിന്തപ്പെട്ടു, മുറിയപ്പെട്ടു. അങ്ങനെ അവസാനം വരെ നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മളും സ്നേഹിക്കണം. സ്നേഹത്തിൻ്റെ കൂദാശ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വിഭജിക്കപ്പെടാനും ചിന്തപ്പെടാനും വിളിക്കപ്പെട്ടവരാണ്. അതാണ് പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പെസഹ വ്യാഴാഴ്ച. മൂന്നാമതായിട്ട് സ്നേഹത്തിൻ്റെ കൽപ്പന ഈശോ നൽകിയ ദിവസമാണ് പെസഹ വ്യാഴാഴ്ച. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം ഈശോ ഈ സ്നേഹത്തിൻ്റെ കൽപ്പന നൽകുകയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ പെസഹ വ്യാഴാഴ്ചയെ മോണ്ടി തേഴ്സ്ഡേ എന്നാ പറയുക. മോണ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം മാൻഡേറ്റ്, കൽപ്പന എന്നർത്ഥം. കൽപ്പന നൽകിയ ദിവസം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈശോയുടെ കൽപ്പന ഏതാണ്? സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന.
പഴയ നിയമത്തിലെ തോറയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും 10 കൽപ്പനകളും, അതുപോലെ തന്നെ യഹൂദരുടെ മിഷ്നായിലും തൽമൂദിലും പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനകളും, കൽപ്പനകളുടെ വ്യാഖ്യാനങ്ങളും ഈശോ സംഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്: സ്നേഹമെന്ന കൽപ്പനയിലൂടെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈ സ്നേഹത്തിൻ്റെ കൽപ്പന ഈശോ നമുക്ക് നൽകിയ പരിശുദ്ധമായ പുണ്യമായ രാത്രിയാണ് ഈ പെസഹ രാത്രി, പെസഹ വ്യാഴാഴ്ച. ഈശോയുടെ സ്നേഹം അത് വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്, അത് പൂർണ്ണമായ സ്നേഹമാണ്, അവസാനം വരെ സ്നേഹിച്ച സ്നേഹമാണ്. അതുകൊണ്ടാണ് ഈശോ സ്ട്രെസ് ചെയ്യുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അവസാനം വരെ പൂർണ്ണമായിട്ടും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാകണം. ഈശോയുടെ സ്നേഹമാണ് നമ്മൾ മാതൃകയായിട്ട് എടുക്കേണ്ടത്. അവസാനം വരെ നമ്മെ സ്നേഹിച്ച് ഈശോയുടെ സ്നേഹം, വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിച്ച് ഈശോയുടെ സ്നേഹം. വിശുദ്ധ അഗസ്തീനോസ് പറയും, ദ മെഷർ ഓഫ് ലവ് ഈസ് ടു ലവ് വിത്തൗട്ട് മെഷർ. സ്നേഹത്തിൻ്റെ അളവുകോല് എന്ന് പറയുന്നത് അളവില്ലാതെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈശോയുടെ അളവില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, ആ സ്നേഹമാണ് ഇന്ന് നമുക്ക് നൽകൂ ഈ പെസഹ വ്യാഴാഴ്ച. അതുകൊണ്ടാണ് മോണ്ടി തേഴ്സ്ഡേ, കൽപ്പനയുടെ വ്യാഴാഴ്ച എന്ന് പറയുക. ഈ സ്നേഹത്തിൻ്റെ കൽപ്പന, വ്യവസ്ഥകളില്ലാതെ കണക്കുകൂട്ടലുകളില്ലാതെ സ്നേഹിക്കുവാനായിട്ടാണ് ഈ പെസഹ വ്യാഴാഴ്ച ഈശോ നമ്മെ വിളിക്കുക. സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട ഈ 3 കൊച്ചു കാര്യങ്ങൾ നമുക്ക് ഈ പെസഹ വ്യാഴാഴ്ച നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. സ്നേഹത്തിൻ്റെ അടയാളമായ കാൽ കഴുകൽ, സ്നേഹത്തിൻ്റെ കൂദാശയായ പരിശുദ്ധ കുർബാന, സ്നേഹത്തിൻ്റെ കൽപ്പന തന്ന ദിവസം, വ്യവസ്ഥകളില്ലാതെ. ഇന്നത്തെ സമൂഹം എല്ലാം കണക്ക് കൂട്ടിയാണ് സ്നേഹിക്കുക, വ്യവസ്ഥകൾ വെച്ചാണ് സ്നേഹിക്കുക. അങ്ങനെയുള്ളൊരു ലോകത്തിൽ കണക്ക് കൂട്ടാതെ, അളവില്ലാതെ സ്നേഹിക്കുവാനായിട്ട്, വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുവാനായിട്ട് ഈശോയുടെ ഈ സ്നേഹം നമ്മെ നിർബന്ധിക്കുകയാണ്. പെസഹ വ്യാഴം നമ്മെ ഓർമ്മപ്പെടുത്തലാണ് ഈശോയുടെ ശൈലിയിലേക്ക്, ക്രിസ്തുവിൻ്റെ ശൈലിയിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പെസഹ വ്യാഴം. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.